പക്ഷേ മറുഭാഗത്ത് ഇന്ത്യ സഖ്യം പോരാട്ടം തുടരുക തന്നെയാണ്. ബീഹാറിലെ സസാറാമിൽ നിന്ന് ആരംഭിച്ച വോട്ടർ അധികാർ യാത്രയിൽ BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. BJP എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണെന്നാണ് രാഹുൽ പറയുന്നത്. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. സസാറാമിൽ തുടങ്ങിയ യാത്ര 16 ദിവസങ്ങളിലായി 24 ജില്ലകളുടെ 1300 കിലോമീറ്റർ പിന്നീടും യാത്രയിലുടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കെതിരെയുമുള്ള ആരോപണങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനം. അത് നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേൾക്കാം. पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर वोटरों को काटकर ये बिहार का चुनाव चोरी करें। और मैं और हम सब स्टेट से आपको कहने आए हैं कि हम इन्हें ये चुनाव चोरी नहीं करने देंगे। നോബിൾ മാരിക്കാരനാണ് ചേരുന്നത് ബീഹാറിൽ നിന്ന്. നോബിൾ പറഞ്ഞതിലൊക്കെയും ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല BJPക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരിക്കെതിരെ ശക്തമായ പ്രചാരണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. വിവിധ അങ്ങനെ പറഞ്ഞ നിലപാടിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സ്വീകരിക്കാൻ തുടരുകയാണ് രാഹുൽ ഗാന്ധി. ബീഹാർ വോട്ടർ പട്ടികയിൽ പരിഷ്കരണം നടത്തിയപ്പോൾ അത്തരം തിരിമറി ഉണ്ടായി. അത് മാത്രമല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഉണ്ടായി. 1 കോടി വോട്ടർമാരെ ചേർത്തു. ആ വോട്ടുകൾ കൂട്ടമായി BJPയിലേക്ക് പോയി. BJP കള്ള വോട്ടിലൂടെ അധികാരം നേടി എന്നടക്കമുള്ള മുൻ ആരോപണങ്ങൾ ആവർത്തിക്കുന്നതിനൊപ്പം തന്നെ ഇനി ഇത്തരത്തിലുള്ള അട്ടിമറികൾ വോട്ടുകൾ അനുവദിക്കില്ല എന്ന് കൂടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇനിയിപ്പോൾ അസാമുണ്ട്, കേരളമുണ്ട്, അതോടൊപ്പം പശ്ചിമ ബംഗാളുണ്ട്, തമിഴ്നാടുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇവിടെ അടക്കം ഈ വോട്ടുകൊള്ള നടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് പങ്കുവച്ചു ാണ് ഇന്നിപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. സസാറാമിൽ നിന്ന് രാവിലെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആരംഭിച്ച യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷമുള്ള ആദ്യ പോയിന്റിലേക്ക് യാത്ര ഇപ്പോഴും എത്തിയിട്ടില്ല. യാത്ര ഈ ഉദ്ഘാടന ശേഷം താൽക്കാലികമായി നിർത്തിവെച്ച് ഇനിയിപ്പോൾ 4 കഴിയുമ്പോഴേക്ക് അല്പസമയത്തിന് തുടരും എന്നാണ് നമുക്ക് വിവരമുള്ളത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അല്പസമയത്തിനകം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി രാഹുൽ ഗാന്ധി പറയുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിന് യാത്ര ആരംഭിക്കും. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളിൽ അന്വേഷണമില്ല എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ ഇനി എന്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറുപടിയായി നൽകാൻ പോകുന്നത് നമുക്കറിയണം.